അപ്പൊ ആ ഒരു ഇസ്ലാമോഫോബിക്കായ അന്തരീക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് 2 വഴിയാണ് ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമുദായം. ഇസ്ലാമോഫോബിയെ പ്രതിരോധിക്കാൻ 2 വഴി. ഒരു വഴി എന്താ? ശത്രുക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ഇസ്ലാമിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുക. അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഇസ്ലാമിനെ അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കുക. നിങ്ങൾ പറയണ മാതിരി തന്നെയാണ് ഇസ്ലാം. ഒരാൾ പറയണത് ഈ 5 നേരമൊന്നും പള്ളിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ കുറച്ച് തീവ്രതയാണ്, വേണമെങ്കിൽ 3 നേരം പോയാൽ മതി, ഈ തീരെ പൊയ്ക്കൊള്ളണം എന്നല്ല, മനസ്സിലുണ്ടായാൽ മതി, അതും ഇസ്ലാമാണെന്ന് വേറൊരാൾ പറഞ്ഞാൽ ശരിയാണ്, അങ്ങനെ മതി, അംഗീകരിച്ചു കൊടുക്കുക. അതേപോലെ ഒളുഹിയത്ത് അറുക്കണീന് പകരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഫർണിച്ചർ വാങ്ങിക്കൊണ്ട് ആൾക്കാരെ സഹായിച്ചാൽ മതി. ചില ആൾക്കാർ പറയാണ് അത് അങ്ങനെ ചെയ്യാം, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം. അങ്ങനെ എന്താണോ പറയുന്നത് അതൊക്കെ അംഗീകരിച്ചു കൊടുക്കുക. എന്നാൽ ഇസ്ലാമോഫോബിയിൽ നിന്ന് രക്ഷപ്പെടാലോ എന്നാ വിചാരിക്കും. അതുപോലെ താടി നീട്ടുക എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഭീകരവാദത്തിന്റെ അടയാളാണ്. ഞങ്ങൾ താടി വെട്ടിക്കോളാം. വെട്ടിയാലൊന്നും പോരാ, ഒട്ടുണ്ടാവും, ഞങ്ങൾ പഠിച്ചോളാം. പർദ്ദട്ടാൽ എന്തോ ഒരു സ്ത്രീ പീഡനത്തിന്റെ ഒരു അടയാളമാണ്, അപ്പം ഞങ്ങൾ പർദ്ദ ഒഴിവായിക്കോളാം. അതുപോലെ തന്നെ മുഖമക്കനെ ഇട്ടാൽ അത് പുരോഗമനത്തിന് എതിരാണ്, ഞങ്ങൾ മുഖമനക്ക് ഒഴിവായിക്കോളാം. അങ്ങനെ എന്താണോ ആളുകൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അങ്ങനെ മാറിക്കൊടുക്കുക. അങ്ങനെ ചില സമുദായത്തിലെ ചില ആൾക്കാർ ഇസ്ലാമോഫോബിയെ പ്രതിരോധിക്കാൻ വേണ്ടി ആയുധം തേച്ച് മിനുക്കി കൊണ്ടുവരുന്നുണ്ട്. ആ ആയുധം 8ആയി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. നിർഭയമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ പറയുന്നു, ഇസ്ലാം എന്താണോ അതിന്റെ ആധാരശിലകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭരണഘടനയുടെ തണലിൽ നിർഭയമായി ഈ ആദർശ പ്രബോധനം നിർവഹിച്ചുകൊണ്ട് തന്നെ എന്താണ് ഹക്ക്, എന്താണ് ബാത്തിൽ, എന്താണ് സത്യം, എന്താണ് അസത്യം എന്ന് വേർതിരിച്ച് വ്യക്തമാക്കി കൊടുത്ത് ഈ സമൂഹത്തിന്റെ മുന്നിലൂടെ മാർഗത്തിലൂടെ നിർഭയമായി കടന്നു പോകാൻ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം അപ്പോഴും വ്യക്തമാണ്, അതിന് സാധ്യമാണ് എന്ന നിർഭയത്വമുള്ള ഒരു സംഘടനയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ചാഞ്ഞും ചെരിഞ്ഞും പറയേണ്ടതില്ല. ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, ഞങ്ങൾ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, അതാണ് ശരി, അത് മാത്രമാണ് ശരി എന്ന് പറയാനുള്ള അവകാശമുണ്ട്. എന്താ അവകാശമുണ്ട്? അത് പറയുമ്പോൾ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ചില ആൾക്കാർ പറയുന്നത് നിങ്ങളത് മാത്രം ശരി എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമെന്നാണ്. ഒരു കുഴപ്പമില്ല. എപ്പോഴാണ് കുഴപ്പമുണ്ടാകുക അറിയോ? ഞങ്ങളെ ശരി നിങ്ങളൊക്കെ അംഗീകരിക്കണം, അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളവിടെ ജീവിക്കാൻ സമ്മതിക്കൂല എന്ന നിർബന്ധം ചെലുത്തുമ്പോഴാണ് കുഴപ്പമുണ്ടാകുന്നത്. അതിനാണ് സ്വേച്ഛാധിപത്യം എന്ന് പറയാം, അതിനാണ് ഫാഷിസം എന്ന് പറയാം, അതിനാണ് അടിച്ചേൽപ്പിക്കുക എന്ന് പറയാം, അതിനാണ് ഭീകരവാദം എന്ന് പറയാം. ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കണ കാര്യമല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമേ ഇല്ല. പറഞ്ഞു കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. കേൾക്കണ്ടവന് കേൾക്കാം, അത്രേ ഉള്ളൂ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം. പക്ഷെ മതം പറയും, അത്രേ ഉള്ളൂ. അത് നിർബന്ധിക്കുന്നതായിരിക്കാം. വീട്ടിൽ ബീഫ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ തല്ലിക്കൊല്ലുന്നതാരാ? ഞങ്ങളുടെ വിശ്വാസത്തിന് എതിരായ ആരെങ്കിലും പറഞ്ഞാൽ അവരെ ജയിലിലടക്കുന്നതാരാ? അവരെ UAPA ചുമത്തുന്നതാരാ? എത്രയോ വർഷങ്ങൾ ഇല്ലാത്ത കേസ് ചുമത്തി കൊണ്ടുപോയി തടവറയിലിടുന്നതാരാ? അവരാണ് അതിന് മറുപടി പറയേണ്ടത്. ആ ആഖ്യാനത്തിന്, ആ നെറേറ്റീവുകൾക്ക് അവർ മറുപടി പറയേണ്ടതാണ്. ഇസ്ലാമിന് മറുപടി പറയേണ്ട കാര്യമില്ല. ഇസ്ലാം നിർഭയത്വത്തിന്റെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ്. അതൊരിക്കലും അടിച്ചേൽപ്പിക്കാൻ അംഗീകരിക്കുന്നേയില്ല. അത് നമ്മളെ ഭരണഘടന അംഗീകരിക്കുന്നില്ല. നിർബന്ധ മതപരിവർത്തനമാണ് നമ്മുടെ രാജ്യത്ത് കുറ്റകരമായിട്ടുള്ളത്. അല്ലാതെ അവനവന് ഇഷ്ടമുള്ള ഒരു മതത്തേക്ക് മാറുക എന്നുള്ളത് ഭരണഘടന അംഗീകരിക്കുന്ന വിഷയമാണ്. അതാണ് ഭരണഘടനയിൽ നമുക്ക് വിശ്വസിക്കാനും ആചരിക്കാനും പ്രബോധനം ചെയ്യാനുള്ള അവകാശം മൗലികാവകാശത്തിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. അങ്ങനെ ഒരു ഭരണഘടനയും ഒരു രാജ്യവും നിലനിൽക്കുമ്പോൾ എന്തിനാണ് മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ നമ്മുടെ മതത്തെ കട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ എന്തിനാണ് മുസ്ലിം സമുദായം തയ്യാറാകേണ്ട കാര്യം? അത്ര ഒരു മനസ്സാക്ഷിക്കുത്തോടു കൂടിയാണോ പലരും ഈ വിശ്വാസത്തെ പുലുകിയിരിക്കുന്നത്? നിങ്ങൾക്ക് ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണോ? 14 നൂറ്റാണ്ട് പിന്നിട്ട ഈ വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഇന്ന് വരെ ആരുടെ മുമ്പിലും തലകുനിച്ചിട്ടില്ല. അതിൽ പറഞ്ഞ ആശയം തിരുത്താൻ കഴിഞ്ഞിട്ടില്ല. അത് നന്മയാണെന്ന് പറഞ്ഞത് ഇന്നും നന്മയാണ്, അത് തിന്മയാണെന്ന് പറഞ്ഞത് ലോകാവസാനം വരെ തിന്മയാണ്. മറിച്ച് മനുഷ്യനിർമ്മിതമായ എന്തെങ്കിലും ആശയങ്ങൾ ആരെങ്കിലും പർവ്വതീകരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആളുകൾ ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യാ വിഷയത്തിലുള്ള ഉദാഹരണം അതാണ്. ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന ആശയം അതിന്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് ഇസ്ലാം എന്താണോ മുന്നോട്ട് വെച്ചത് അതിലേക്ക് ലോകം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്.